ഇസ്രയേൽ ലോകത്ത് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്കയല്ലാതെ മറ്റാരും ഇല്ല എന്ന രീതിയിലേക്ക് ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രയേലിനെ ഓരോ ദിവസവും അവരുമായുള്ള കരാറുകളും മറ്റുമൊക്കെ വലിച്ചെറിയുകയാണ്. അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണത്തിൽ തൂങ്ങിപ്പിടിക്കുന്നത് ഒഴിവാക്കപ്പെട്ടാൽ ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെടുകയും ഇസ്രയേൽ ജനത ലോകത്ത് ആക്രമിക്കപ്പെടുകയും അവരെ വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സംഭവങ്ങൾ നീങ്ങുമ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വരികയും ഇത്തരത്തിൽ ട്രംപ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു ഉടമ്പടി കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതൊരു യുദ്ധവിരാമത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇസ്രയേൽ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് അവരുടെ യാതൊരുവിധ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കാതെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ ഏറ്റവും വലിയ യുദ്ധ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ ഹമാസിന്റെ ചില നേതാക്കളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി മറ്റും കൊന്നുകളഞ്ഞത്. പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കി അവരെ നിരായുധീകരിച്ച് അങ്ങനെ ഒരു സംഘടന ഗാസയിലോ ലോകത്തോ എവിടെയോ പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് അവരെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് ഇന്നുവരെ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഒരു ഇസ്രയേലിലേക്ക് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി എന്നുള്ളത്. ഇപ്പോഴും ഗാസയിലെ യുദ്ധത്തിൽ, ഗാസയിലെ ഈ വംശഹത്യയിൽ ഇസ്രയേലി സൈനികരെ ഹമാസ് ഓരോ ദിവസവും 5ഉം 6ഉം 8ഉം 10ഉം ഒക്കെയായി കൊന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഇസ്രയേലി സൈനികർക്ക് വികലാംഗരായി വളരെ ശക്തമായ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നത്. അതായത് ഹമാസിനെ ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് 2 വർഷമായി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട ഹമാസിന്റെ മറുപടിക്കായി ട്രംപും ഇസ്രയേലും 2-3 ദിവസം കാത്തിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മറ്റൊരു യുദ്ധലക്ഷ്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ സൈനിക നടപടികളിലൂടെ അവർ തന്നെ തിരിച്ചു കൊണ്ടുവരും ഗാസയിൽ നിന്ന് എന്നുള്ളതായിരുന്നു. പക്ഷേ ഒക്ടോബർ 7 ആയിക്കഴിഞ്ഞാൽ 2 ദിവസവും കൂടി കഴിഞ്ഞാൽ 2 വർഷം തികയുന്ന ലോകത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഹമാസ് എന്ന് പറയുന്ന ചെറിയ സംഘടനയോട് യുദ്ധം ചെയ്തിട്ട് അവർക്ക് അവരുടെ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതും ഇസ്രയേലിൻ്റെ ഒരു പരാജയമാണ്. ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല, അവരുടെ ബന്ദികളെ അവർക്ക് സ്വന്തമായി തിരിച്ചു കൊണ്ടുവരുവാനും കഴിഞ്ഞില്ല. അങ്ങനെ ഏറ്റവും വലിയ യുദ്ധലക്ഷ്യമായ ഈ 2 വിഷയങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ട് അവരുമായൊരു കരാറിലെത്തിക്കൊണ്ടാണ് ഗാസയിൽ യുദ്ധവിരാമം സംഭവിക്കുന്നതും